പ്രിയപ്പെട്ട സാധാരണക്കാര് വളരെയധികം ശ്രദ്ധിക്കണം. 4 കാര്യം. ഫസ്തക്സിറു ഫീഹി മിൻ അർബഇ ഖിസാൽ. വിശുദ്ധമായ റമളാനിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ 4 കാര്യങ്ങളിൽ നിന്ന് 2 കാര്യം അള്ളാഹുവിന് വളരെ തൃപ്തിയാണ്. അപ്പൊ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന, അള്ളാഹുക്ക് കൂടാതെ കഴിയ 2 കാര്യം. അത് അള്ളാഹ്ക്ക് അത്ര ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് കൂടാതെ കഴിയാത്ത 2 കാര്യമാണ് അത്. 2 കാര്യോ അള്ളാഹു തആലാക്ക് വളരെ തൃപ്തിയാണ്. അപ്പൊ മൊത്തം 4 കാര്യം. 4 കാര്യത്തിൽ നിന്ന് 2 കാര്യം റബ്ബിനിക്ക് തൃപ്തിയാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. 2 കാര്യം നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ മൊത്തം 2 കൂട്ടണം 2, അങ്ങനെ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലാനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യമേതാ? 1, അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തആല ഏകനാണ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് നീ സാക്ഷ്യം വഹിക്കുക. അതുപോലെ തന്നെ 2ാമത് അല്ലാഹു തആലാക്ക് ഏറ്റവും തൃപ്തിപ്പെടുന്ന കാര്യം എന്താ? അല്ലാഹു തആലാനോട് പാപമോചനം നടത്തുക. അത് അല്ലാഹുക്ക് വലിയ ഇഷ്ടാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലും അല്ലാഹു തആലാനോട് പാപമോചനം നടത്തലും അല്ലാഹു തആലാക്ക് വലിയ തൃപ്തിയാ. അപ്പൊ നിങ്ങൾ വിശുദ്ധമായ റമളാനില് എല്ലാ സമയത്തും അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ സമയത്തും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചും കൊണ്ടിരിക്കണം. അതാണ് അള്ളാഹ്ക്ക് തൃപ്തിപ്പെടുന്ന റമളാനിൽ അധികരിപ്പിക്കേണ്ട 2 കാര്യം. ഇനി നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത കാര്യതാ? 1, നിങ്ങൾ സ്വർഗം ചോദിക്കുക. 2ാമത്തത് നരകത്തിനൊത്തൊത്ത് കാവലിനെ ചോദിക്കുക. അത് റബ്ബിനിക്ക് ആവശ്യമില്ല. നമ്മൾ സ്വർഗം ചോദിച്ചോൾ റബ്ബിന്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നരകത്തിനൊത്തൊത്ത് കാവലിനെ ചോദിക്കണം, അത് റബ്ബിന്റെ ആവശ്യമല്ല, നമ്മളുടെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യമാണ് സ്വർഗം ചോദിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ നരകത്തിനൊത്തൊത്ത് കാവലിനെ ചോദിക്കുക എന്നുള്ളത്. അപ്പൊ വിശുദ്ധമായ റമളാനിൽ അധികരിപ്പിക്കേണ്ട 4 കാര്യം: 1, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞും കൊണ്ടിരിക്കുക. 2ാമത്തേത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞും കൊണ്ടിരിക്കുക. 3ാമത്തത് സ്വർഗം ചോദിച്ചും കൊണ്ടിരിക്കുക. 4ാമത്തത് അള്ളാഹുവിനോട് നരകത്തിനൊത്തൊത്ത് കാവലിനെ ചോദിച്ചും കൊണ്ടിരിക്കുക. ആ 4ഉം ബാധ ഒരുമിച്ച് കൂടിയ ഒരു ദിക്റാണ് നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു ദിക്റ്. മുഅ്മിനീങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര്, എന്റെ സഹോദരിമാര്, എല്ലാ സമയത്തും, ചിലപ്പോ എല്ലാ സമയത്തും നമുക്ക് ഖുർആൻ ഓതാൻ കൂടിക്കോന്നില്ല. ഇപ്പൊ കഥകളിലൊക്കെ ജോലി ചെയ്യാണ്. എന്റെ സഹോദരിമാര് അടുക്കളയിൽ തരിക്കഞ്ഞിയോ പത്തിരിയോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാണ്. ആ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റിക്കോന്നില്ല. അതുകൊണ്ട് വിശുദ്ധമായ റമളാനില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത. എല്ലാ പള്ളികളിലും ഫർള് നിസ്കാരം കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഈ ദിക്റ് ചൊല്ലും. ഇമാമ് ചൊല്ലിത്തരും, മൗമൂമീങ്ങൾ ചൊല്ലിത്തരും, അല്ലെ? മൗമൂമീങ്ങൾ ഏറ്റു ചൊല്ലും. പക്ഷേ എല്ലാ പള്ളികളിലും 3 പ്രാവശ്യമാണ് ചൊല്ലാറുള്ളത്. ചിലപ്പം ഇമാമ് ഓർമ്മയില്ലാതെ 4 പ്രാവശ്യം ചൊല്ലിയ മൗമൂമീങ്ങൾ എല്ലാരും പാടക്കാന ഇമാമിന്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്താ അന്റെയൊക്കെ എണ്ണം പേച്ചോ? ഇത് എണ്ണം പേക്കാല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് എണ്ണം പേക്കാല്ല മക്കളെ. എത്രയും ചെല്ല. 3 ആവാം, 4 ആവാം, 5 ആവാം, 10 ആവാം,
100 പക്ഷേ നമ്മളെ പള്ളികളിൽ 3 പ്രാവശ്യം ചെല്ലന്തോത്ത് ഇമാമെങ്ങാനും 4 പ്രാവശ്യം ചെല്ലിയ മൗമൂമിങ്ങൾ ഇമാമിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇവന്റെയൊക്കെ എണ്ണം പേച്ചു. അതുകൊണ്ട് ഇത് എണ്ണം പേക്കേണ്ട ദിക്റല്ല, എത്ര പ്രാവശ്യവും ചെല്ലാം. നോക്കൂ, 3 പ്രാവശ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അത് 3 പ്രാവശ്യം ചൊല്ലിയാൽ എന്റെ എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കണം, എന്റെ സഹോദരിമാരും ശ്രദ്ധിക്കണം. ഇത് അറിയാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അവിടെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. എവിടെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നുള്ള ദിക്ർ വിശുദ്ധമായ റമളാനില് ഒരു നേരത്ത്, രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ ആഖിറത്തിൽ നടക്കുന്ന മറ്റൊരു നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന് 3 പ്രാവശ്യം ചൊല്ലുമ്പോ ഇവിടെ നടക്കുന്ന ഒരു വലിയ സംഭവം എന്താണെന്നറിയുമോ? സ്വർഗം പറയാണ്, അല്ലാ 3 പ്രാവശ്യമായി അയാള് ഇതാ KMIC കൂരിയാത് അല്ലെങ്കിൽ അബ്ദുൽ സത്താർ പ്രധന അല്ലെങ്കിൽ സുന്നികുട്ടി എന്ന ഐഡിയയിലുള്ള ആള് അല്ലെങ്കിൽ ജൈന്തങ്ങള് അല്ലെങ്കിൽ അബൂ റയ്യാന് അല്ലെങ്കിൽ അബൂ ഫാരിസ് അല്ലെങ്കിൽ ഫൈസല്, ഇങ്ങനെ ആരൊക്കെ ജൈന്തൽക്കരി പോലും എനിക്ക് കിട്ടുന്ന കുറച്ച് പേര് പറഞ്ഞു എന്ന് മാത്രത്തോ. ഇവരൊക്കെയും ഇതാ അബൂ റയ്യാൻ 3 പ്രാവശ്യമായി അന്നോട് സ്വർഗം ചോദിക്കണ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അബൂ റയ്യാനജ് സ്വർഗത്തിൽ കടത്തനെ. ഇത് ആരാ പറയുന്നത്? സ്വർഗ പറയുന്നത്. നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന് 3 പ്രാവശ്യം ചെല്ലുമ്പോ ഞാൻ 3 പ്രാവശ്യം സ്വർഗം ചോദിക്കൽ വന്നു. അപ്പൊ സ്വർഗം പറയാണ്, ഇതാ ഇന്നാലിന്ന അടിമ, ഇന്നാലിന്ന മനുഷ്യൻ 3 പ്രാവശ്യമായി നിന്നോട് സ്വർഗം ചോദിക്കുന്നു. അതുകൊണ്ട് വഖാലത്തിൽ ജന്നത്ത്, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ആ 3 പ്രാവശ്യം സ്വർഗം ചോദിച്ച വ്യക്തിയെ സ്വർഗത്തിൽ കടത്തനെ. കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ, വഅഊദു ബിക മിനന്നാർ, നരകത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുമ്പോ റസൂലുള്ള പറയുകയാണ്, ആരെങ്കിലും 3 പ്രാവശ്യം നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിച്ചാൽ വഖാലത്തിന്നാർ, നരകം പറയുന്നതാണ്, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അല്ലാഹുവേ 3 പ്രാവശ്യമായി പോലെ നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അല്ലെങ്കിൽ അബ്ദുൽ സത്താർ പ്രധാന നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അല്ലെങ്കിൽ അബൂ റയ്യാൻ നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. അതുകൊണ്ട് അല്ലാ, ആ മനുഷ്യരെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്നാരാ പറയുന്നത്? നരകം പറയുകയാണ്. അപ്പൊ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അങ്ങാടിക്ക് പോകുമ്പോ ചൊല്ലിക്കോലൂ, ഫാൻറ് ധരിക്കുമ്പോ ചൊല്ലിക്കോലൂ, ചെരുപ്പ് ധരിക്കുമ്പോ ചൊല്ലിക്കോലൂ, തലവാരുമ്പോ ചൊല്ലിക്കോലൂ, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ചൊല്ലിക്കോലൂ, മാംസം മുറിക്കുമ്പോ ചെല്ലാം, അടുക്കളയിൽ സാധനമുണ്ടാക്കുമ്പോ ചെല്ലാം, കടയിൽ സാധനം എടുത്തു കൊടുക്കുമ്പോ ചെല്ലാം, കടയിൽ നിന്നെന്തോ സാധനം ഒരാൾ വന്നു ചോദിച്ചു, സൂപ്പർ മാർക്കറ്റിന്റെ ആ തലക്കലേക്ക് നടന്നു പോകുകയാണ്, അപ്പച്ചെല്ലാം. ആ സാധനം എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരികയാണ്, അപ്പച്ചെല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ സമയത്തൊക്കെയും അങ്ങനെ 3 പ്രാവശ്യം ചൊല്ലി സ്വർഗം പറയുന്നു അവനെ സ്വർഗത്തിൽ കടത്ത്, നരകം പറയുന്നു അവനെ നരകത്തിൽ കടത്തല്ല. അൽഹംദുലില്ലാഹ്, എത്ര വലിയ റമളാൻ, എത്ര സന്തോഷകരമാണ്. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, എന്റെ സമുദായമെങ്ങാനും റമളാനിന്റെ മഹത്വം അവരാഗ്രഹിച്ചു പോകും. ഈ കൊല്ലം ഫുള്ള് എല്ലാ ദിവസവും, എല്ലാ 360 ദിവസവും റമളാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യരാഗ്രഹിച്ചു പോകുമെന്ന. പക്ഷേ റമളാനിന്റെ മഹത്വമൊന്നും
പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ വിശുദ്ധമായ റമളാൻ ഈ നിലക്കുള്ള മഹത്വം നമുക്ക് കരസ്ഥമാക്കാൻ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലും നോട്ടത്തിലും കേൾവിയിലും എല്ലാം ഒരു സൂക്ഷ്മത വേണം. സൂക്ഷ്മത വേണം. അപ്പോഴാണ് നോമ്പിന്റെ യഥാർത്ഥ മഹത്വം കിട്ടുക. നോക്കിങ്ങള്, ഞാനൊരൊറ്റ വിഷയം പറയാം. ഫിഖിന്റെ മസ്അല പറഞ്ഞാൽ ചിലപ്പോൾ നോമ്പ് മുറിഞ്ഞില്ല എന്ന് വന്നേക്കാം. സാധുവായ ഞാൻ ഇപ്പോൾ നോമ്പുകാരനാണ്. ഞാൻ എന്ത് ചെയ്തു? ഒരാളെ ഗീബത്ത് പറഞ്ഞു. ഞാൻ സൈൻ തങ്ങൾ പാവാന്റെ ഒരു ഗീബത്ത് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അതോടുകൂടെ സൂഫിയാക്കളുടെ അടുക്കൽ, മഹാനായ ഗസാലി ഇമാമിനെ പോലത്തവരുടെ അടുക്കൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ അവന്റെ നോമ്പിന്റെ വിധി എന്തോ അതേ വിധിയാണ് റമളാൻ മാസം നോമ്പ് നോറ്റ് ഒരാളുടെ ഗീബത്ത് പറഞ്ഞാൽ, ഒരാളുടെ ഗീബത്ത് കേട്ടാൽ, കളവ് പറഞ്ഞാൽ, ഹറാമിലേക്ക് നോക്കിയാൽ, ഹറാമിലേക്ക് നടന്നാൽ ഓന്റെ നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധമായ റമളാൻ മാസത്തില് എന്തേജ് നോമ്പ് നോൽക്കാഞ്ഞതെന്ന് നാളെ ആഖിറത്തിൽ അള്ള ചോദിക്കൂല. ഇസ്ലാമിക ഭരണമാണെങ്കിൽ നോമ്പ് നോൽക്കാത്തതിന്റെ ഒരു ഇസ്ലാമിക നിയമം അവന്റെ മേൽ നടപ്പിൽ വരുത്തൂല. പക്ഷേ നാളെ ആഖിറത്തിൽ അവനിക്ക് കൂലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. സൂക്ഷ്മത. റമളാനിലെ നോമ്പിൽ ഏറ്റവും വേണ്ടത് സൂക്ഷ്മതയാണ്. മഹാന്മാരാവുന്ന ഫുഖഹാക്കൾ പറയുന്ന ഒരു മസ്അല, എല്ലാവർക്കും ചിലപ്പോൾ ആവശ്യമുള്ള ഒരു മസ്അലയായിരിക്കും അത്. ഞാനൊരു മസ്അല പറയാം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തത് ജിമാഅ്. അതവിടെ നിൽക്കട്ടെ, അത് വല്ലാതെ നമ്മളിലേക്കൊന്നും ഉണ്ടാവൂല. ഇനി ബുദ്ധിമോശം കൊണ്ട് ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും അടുക്കൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. സങ്കല്പിച്ച പലോലുണ്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ കൊല്ലക്കതിന്റെ മസ്അല പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ അവർക്ക് പറ്റിയ അബദ്ധങ്ങളും അതിന് പരിഹാര മാർഗങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യമാണ് അൽ ഇസ്തിഖാഅത്തു, ഉണ്ടാക്കി ഛർദിക്കുക. ഞാൻ ഇപ്പൊ ഫിഖിന്റെ മസ്അല അല്ല പറയുന്നത്, പക്ഷെ ഞാൻ സൂക്ഷ്മതയുടെ ഒരു കാര്യമാണ് പറയുന്നത്. ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും. ഉണ്ടാക്കി ഛർദിക്കുക. ഒരാള് രാത്രി അമിതമായി ഭക്ഷണം കഴിച്ച് നേരം വെളുത്തപ്പോ ഒരു യാദിക്കൂടെ ഒരു തവളനെ പൂച്ച ചേരന്റെ മാതിരി കടന്നിട്ട് ഒരു ഇത്. അപ്പൊ ഓന് ഛർദിക്ക. എന്നാ കുറച്ചൊക്കെ ഒരു സുഖം കിട്ടും നെഞ്ചിന്, വയറിനൊരു സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ഓൻ കുറച്ച് വായയിലൊക്കെ കയ്യെത്തിങ്ങാണ്ട് ഉണ്ടാക്കി ഛർദിച്ചു. നോമ്പ് മുറിയും. അവിടെ തന്നെ ഒരു മസ്അല. ആ ഉണ്ടാക്കി ഛർദിച്ചതിൽ നിന്ന് ഒരു അല്പം പോലും ചങ്കിലേക്ക് കീപ്പോത്തിറങ്ങിയിട്ടില്ല. ഓന് തല കുത്തനെ ആയിട്ട് നിന്നിട്ടാ ഛർദിച്ചത്. തല കീപ്പത്തും കാലും മേപ്പത്തും ആക്കിയിട്ട് നിന്നിട്ടാണ്ട് ഉണ്ടാക്കി ഛർദിച്ചു. ഒരു കാര്യം ഉറപ്പാലോ, അപ്പൊ അകത്തേക്കൊന്നും ഈ ഛർദിച്ചതിൽ നിന്ന് അകത്തേക്ക് ഒന്നും പോകില്ല എന്നുറപ്പാ. എന്നാലും ശരി അവന്റെ നോമ്പ് മുറിയും. എന്തേ കാരണം? ഉണ്ടാക്കി ഛർദിക്കുക എന്നുള്ളത് തന്നെ നോമ്പ് മുറിയുന്നൊരു കാര്യമാണ്. അപ്പൊ അവിടെ വേറൊരു മസ്അല, ഞാൻ സൂക്ഷ്മതയുടെ ഒരു മസ്അല പറഞ്ഞിട്ടോ, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് സാന്ദർഭികമായ വേറൊരു മസ്അല. അതായത് ഒരാള് ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ കൽപ്പിച്ചു കൂട്ടിയിട്ടോ കള്ള് കുടിച്ചാൽ അവിടെ ഒരു മസ്അല ഉണ്ട്. എന്താ മസ്അല? അത് ഛർദിക്കലും നിർബന്ധ, ഉണ്ടാക്കി ഛർദിക്കലും നിർബന്ധ. ഒരാളെന്ത് ചെയ്തു? ഒരു വിരുന്നിന് സൽക്കരിച്ചു, അങ്ങനെ ഈ സുഹൃത്തിനെ ഒപ്പിച്ചിട്ട് കള്ള് കുടിപ്പിച്ചു. അല്ലെങ്കിൽ കള്ളാണെന്ന് അറിയാതെ കുറച്ച് കുടിച്ചു, അല്ലെങ്കിൽ കള്ളാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കുടിച്ചു. പിന്നേനോ എനിക്ക് വിവേകം തോന്നിയത്, അള്ളാഹുവേ ഞാൻ മദ്യപാനാണല്ലോ നടത്തിയത് എങ്കിൽ അവിടെ മസ്അല എന്താണെന്നറിയോ? ഓൻ ആ കുടിച്ച കള്ള് ഉണ്ടാക്കി ഛർദിക്കണം. അപ്പൊ അവിടെ റമളാൻ മാസത്തിൽ വേറൊരു മസ്അല. ഒരാള് റമളാനിന്റെ രാത്രി കള്ള് കുടിച്ചു,
നേരം വെളുത്തപ്പോൾ അത് ഉണ്ടാക്കി ഛർദിക്കൽ നിർബന്ധാണ്. പക്ഷെ ഇവിടെ കള്ള് കുടിച്ചാൽ ഉണ്ടാക്കി ഛർദിക്കൽ നിർബന്ധാണ്. പക്ഷേ നേരം വെളുത്തിട്ടോ ഉണ്ടാക്കി നോമ്പുകാരനാകുമ്പോൾ ഉണ്ടാക്കി ഛർദിച്ചാലോ നോമ്പ് മുറിയും. അപ്പൊ അവിടെ മസ്അല, ഓന് കള്ള് കുടിച്ചത് ഛർദിച്ച് കളയുകയാണോ വേണ്ടത്, അതല്ല നോമ്പിനെ നിലനിർത്തുകയാണോ വേണ്ടത്? അവിടെ ഫുഖഹാക്കൾ പറയുന്ന മസ്അല എന്താ? തൽക്കാലം കള്ള് കുടിച്ചത് പള്ളേ കടക്കട്ടെ, നോമ്പ് ബാത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കള്ള് കുടിച്ചത് ഉണ്ടാക്കി ഛർദിച്ച് കളയണം. പക്ഷെ ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് ബാത്തിലാകും. അതുകൊണ്ട് കള്ള് പള്ളേ തന്നെ കിടക്കട്ടെ, ഇനി തൽക്കാലം നോമ്പിനെ രക്ഷപ്പെടുത്താം, അതുകൊണ്ട് ഉണ്ടാക്കി ഛർദിക്കാൻ പാടില്ല. ഇതാണ് ഇപ്പൊ മസ്അല. ഇനി അവിടെ നമ്മളെ ഷാഫി മദ്ഹബിലെ മസ്അല എന്താ? ഒരാൾക്ക് ഛർദി അമിതമായി വന്നു, അവൻ ഉണ്ടാക്കി ഛർദിച്ചതല്ല, അവന് രാത്രി എന്തോ ഭക്ഷണം കഴിച്ചതാ, അല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കോ യാത്ര ചെയ്യുമ്പോ എന്തോ ഒരു ദുർഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി, അതിൽ പെട്ടെന്ന് അവൻ ഛർദിച്ചു. അതായത് ഛർദി അവനക്ക് വാലിബായി, അവന്റെ കാരണം കൊണ്ട് ഛർദിച്ചതല്ല, സ്വമേധയാ ഛർദിച്ചതാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം അവന്റെ നോമ്പ് മുറിയില്ല. മസല മനസ്സിലാക്കണം. ഷാഫിഈ മദ്ഹബ് പ്രകാരം അവൻ സ്വമേധയാ ഉണ്ടാക്കി ഛർദിക്കൽ കൂടാതെ അവൻ ഓട്ടോമാറ്റിക്കായി ഛർദിച്ചാൽ നോമ്പ് മുറിയില്ല. പക്ഷെ മാലിക്കി മദ്ഹബിൽ നോമ്പ് മുറിയും. ഓൻ ഉണ്ടാക്കി ഛർദിച്ചാലും ശരി, അവൻ അറിയാതെ സ്വമേധയാ രോഗം കാരണം, അവന്റെ വയറ്റിലെന്തോ പ്രശ്നം കാരണം അവൻ ഛർദിച്ചാൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുമെന്ന മസ്അല. ഇതുകൊണ്ടാ ഞാനൊരു കാര്യം പറഞ്ഞത്, ചില ആൾക്കാർ വിവരമില്ലാതെ മാലിക്കി മദ്ഹബ് പ്രകാരം റമളാനിന്റെ ആദ്യത്തെ രാത്രി നിയ്യത്ത് വെക്കുക, ഹോൾസെയിലായിട്ട് ഒന്നായിട്ട് നിയ്യത്ത് വെക്കുക. എന്നിട്ട് വല്ല കാരണവശാലും എന്താക്കുക, റമളാനിന്റെ ഏതെങ്കിലും ഒരു രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നു, നേരം വെളുത്തതിനു ശേഷമാണ് ഓർമ്മ, ഞാൻ ഇന്നലെ രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ല. അപ്പൊ ഇപ്പം കരുതുക, ഞാൻ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് നോൽക്കുകയാണ്. കാരണം മാലിക്കി മദ്ഹബ് പ്രകാരം റമളാനിന്റെ ആദ്യത്തെ രാത്രി നിയ്യത്ത് വെച്ചാൽ മതി. പക്ഷേ ഈ ചെങ്ങായിക്ക് എന്തറിയില്ല, ഈ കാക്കാക്ക് എന്തറിയില്ല, മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്ന മസ്അലകൾ എന്തൊക്കെ, നോമ്പ് സഹീഹാവാനുള്ള മസ്അല എന്തൊക്കെ, അതൊന്നും അറിയില്ല. ഈ ചെങ്ങായിക്ക് അറിയുന്ന ആകെ മാലിക്കി മദ്ഹബില് റംളാൻ മാസവുമായി ബന്ധപ്പെട്ട് ഈ സാധുവായ മനുഷ്യൻ അറിയുന്നൊരു മസ്അല എന്തുമാത്ര, മാലിക്കി മദ്ഹബില് റമളാനിന്റെ ആദ്യത്തെ രാത്രി ഒന്നായിട്ട് നിയ്യത്ത് വെച്ചാ മതി, ഇത് മാത്രം അറിയും. ബാക്കി മാലിക്കി മദ്ഹബില് റമളാനുമായി ബന്ധപ്പെട്ട ഒരു മസ്അല അറിയില്ല. എന്നിട്ട് ഈ പാവ എന്ത് ചെയ്യാണ്, തലേ ദിവസം നിയ്യത്ത് വെക്കാമായിരുന്നു. മാലിക്കി മദ്ഹബിൽ ഇങ്ങനൊരു മസ്അല ഉണ്ട്, ഞാൻ റമളാനിന്റെ ആദ്യത്തെ രാത്രി ഒന്നായിട്ട് നിയ്യത്ത് വെച്ചിക്കണ്, അതുകൊണ്ട് ഇനി മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് വെക്കാന്. എന്നിട്ടോ ചിലപ്പം ഓനിക്ക് അമിതമായല്ല ഛർദി വന്നിട്ടുണ്ടാവും, കണ്ണില് മരുന്ന് വെച്ചിട്ടുണ്ടാവും. കാരണം ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ലാന്ന് ഓനിക്കറിയാം. പക്ഷെ അതുകൊണ്ടൊക്കെ നോമ്പ് മുറിയാതിരിക്കുന്നത് ഷാഫി മദ്ഹബിലാണ്. മാലിക്കി മദ്ഹബില് സ്വമേധയാ ഛർദിച്ചാൽ ഉണ്ടാക്കി ഛർദിക്കൽ കൂടാതെ അവന്റെ രോഗം കാരണം ഛർദിച്ചാൽ നോമ്പ് മുറിയും, കണ്ണില് മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയും, കണ്ണില് സുർമയിട്ടാ നോമ്പ് മുറിയും. ഇതൊന്നും ഇവനിക്ക് അറിയില്ല. ഇവനിക്ക് ആകെ അറിയുന്ന മസ്അല റമളാന്റെ ആദ്യത്തെ രാത്രി ഒന്നായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പം മാലിക്കി മദ്ഹബ് എന്നും പറഞ്ഞ് നോമ്പ് വെച്ചെങ്ങാണ്ട് മാലിക്കി മദ്ഹബില് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാണ്. അതിന് റമളാൻ മാസത്തിലെ നോമ്പ് നല്ല പറയാ, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിലെ നോമ്പ് നല്ല പറയാ, തമ്മാതിത്തരം കാത്തിയാന്നാ പറയാ. അപ്പൊ നമ്മളൊരു മദ്ഹബ് മാറുമ്പോ ആ മദ്ഹബിലെ നിയമവശങ്ങളൊക്കെ അറിയണം. അല്ലാതെ ഞാൻ ആ മദ്ഹബ് പ്രകാരം അമല് ചെയ്യുന്നു എന്ന് മനസ്സിലൊരു കരുത്ത്, ആ മദ്ഹബിലെ ഒരു നിയമവും ഓനിക്ക് അറിയില്ല, അതുകൊണ്ട് റമളാൻ ബാത്തിലാകും, ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മളെ മസ്അല എന്താ, ഞാൻ സൂക്ഷ്മത. മാലിക്കി മദ്ഹബിൽ സ്വമേധയാ ഉണ്ടാക്കി ഛർദിക്കൽ കൂടാതെ രോഗം കാരണം ഒരു ഛർദി വന്നാലും നോമ്പ് മുറിയും. ഇതാണ് മാലിക്കി മദ്ഹബ്. ഷാഫി മദ്ഹബ് എന്താ, സ്വമേധയാ
അവന്റെ കാരണം കൂടാതെ ഛർദിച്ചാൽ നോമ്പ് മുറിയില്ല എന്നുമാണ് മാലിക്കി ഷാഫി മദ്ഹബിലെ മസ്അല. പക്ഷേ നമ്മുടെ ഷാഫി മദ്ഹബിലെ ഫിഖിന്റെ കിതാബിൽ പറയുന്നൊരു മസ്അല, ഒരാൾ റമദാൻ മാസം നോമ്പ് നോച്ചിട്ട് അവന്റെ ഉണ്ടാക്കി ഛർദിക്കൽ കൂടാതെ സ്വമേധയാ രോഗം കാരണം ഛർദി അവനിക്ക് ഗാലിബായി പിടിച്ചു നിർത്താൻ പറ്റാത്ത രൂപത്തിൽ ഛർദി വന്നു. അങ്ങനെ ഛർദിച്ചാൽ ഷാഫി മദ്ഹബിൽ പ്രകാരം നോമ്പ് മുറിയില്ലെങ്കിലും മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിഞ്ഞില്ലേ? അതുകൊണ്ട് റമളാൻ മാസം കഴിഞ്ഞാൽ ഒരു നോമ്പ് ഖളാ വീട്ടൽ സുന്നത്താണ്. തിരിഞ്ഞോ? എല്ലാവർക്കും തിരിഞ്ഞോ? മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്ന ഒരു കാര്യം അവനിൽ നിന്നുണ്ടായി. മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്നൊരു കാര്യം അവനിൽ നിന്നുണ്ടായി. ഷാഫി മദ്ഹബ് പ്രകാരം അവന്റെ നോമ്പ് മുറിയില്ല എങ്കിലും സൂക്ഷ്മത, ഇഹ്തിയാത്ത്, റമളാൻ മാസം കഴിഞ്ഞാൽ ഒരു നോമ്പ് ഖളാ വീട്ടൽ സുന്നത്താണ്. ഈ മസ്അലയെന്ന് ഇപ്പൊ എന്തേ മനസ്സിലായി? റമളാൻ മാസത്തിലെ നോമ്പില് ഏറ്റവും കൂടുതൽ വേണ്ടത് സൂക്ഷ്മതയാണ്. കഴിവിന്റെ പരമാവധി സൂക്ഷ്മത. ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, കറാഹത്തൊന്നും ചെയ്യാതിരിക്കുക. മറ്റു മദ്ഹബ് പ്രകാരം നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുക. ചിലപ്പം ഷാഫി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയില്ല, പക്ഷെ ഹനഫി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയും, ചെയ്യാതിരിക്കുക. മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയും, ഷാഫി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയില്ല, എങ്കിൽ അക്കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാൻ മാസത്തില് നോമ്പ് നോൽക്കുമ്പോ ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുക, കറാഹത്തുകളെ തൊട്ട് സൂക്ഷിക്കുക. അതിന്റെ പുറമെ മറ്റു മദ്ഹബ് പ്രകാരം, മറ്റു ഇമാമീങ്ങളുടെ അഭിപ്രായ പ്രകാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മള് പ്രബലമായ അഭിപ്രായ പ്രകാരം നോമ്പ് മുറിയില്ലെങ്കിലും മറ്റു ഇമാമീങ്ങളുടെ അഭിപ്രായ പ്രകാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ റമളാനൊക്കെ ആയിട്ട് പുതുതായ വല്ല ശ്രോതാക്കളുണ്ടെങ്കിൽ വിശുദ്ധമായ റമളാനിലെ നോമ്പിന്റെ നിയ്യത്ത് ഓരോ ദിവസവും തലേ ദിവസം രാത്രി വെക്കണം. ആ വെക്കുന്നത് സൂര്യൻ അസ്തമിച്ചേതം മുതൽ ഫജ്റു സാദിഖ് വെളിവായതിന്റെ ഇടയിൽ എപ്പോഴും ആവാം. അത് നോമ്പ് തുറന്നേക്കാവാം, 12 മണിക്കാവാം, 3 മണിക്കാവാം. ഈ സൂര്യൻ അസ്തമിച്ചേതം മുതൽ ഫജ്റു സാദിഖ് വെളിവാകുന്നതിന്റെ ഉള്ളിൽ എപ്പോഴും ആവാം. പക്ഷേ നമ്മൾ ഒരു ചില അഭിപ്രായങ്ങളുണ്ട്. ഫജ്റു സാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കണം, സുബഹിയോട് അടുത്ത സമയത്ത് നിയ്യത്ത് വെക്കണം, രാത്രി പകുതി ആയതിനു ശേഷേ നിയ്യത്ത് വെക്കാവൂ. നിയ്യത്ത് വെച്ചിട്ട് ഉറങ്ങാൻ പാടില്ല, നിയ്യത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിയ്യത്ത് വെച്ചാൽ പിന്നെ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതൊക്കെ ലഈഫായ അഭിപ്രായമാണ്, മുഅ്തമദായ പ്രബലമായ അഭിപ്രായമല്ല. പക്ഷെ നമുക്ക് സാധിക്കുമെങ്കിൽ ആ അഭിപ്രായവും പരിഗണിച്ച് നിയ്യത്ത് വെക്കലാണ് നല്ലത്. അപ്പൊ നോമ്പ് തുറന്ന ഉടനെ ഒരു നിയ്യത്ത് വെക്കുക, അത് നമ്മൾ ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫജ്ർ സാദിഖ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണക്കും കഴിച്ച് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഒരു നിയ്യത്തും ബാധ വെക്കുക. അപ്പൊ എല്ലാ അഭിപ്രായവും പരിഗണിച്ച് സൂക്ഷ്മതയുള്ള നല്ലൊരു നോമ്പായിത്തീരും. ഇതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റു മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം, അംബലി മദ്ഹബ് പ്രകാരം, മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങളെ കൊണ്ട് ആ മദ്ഹബുകളിൽ നോമ്പ് മുറിയുമെന്ന് അറിഞ്ഞു. നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം ആ കാര്യം കൊണ്ട് നോമ്പ് മുറിയില്ല എങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഉദാഹരണം, ശാഫിഈ മദ്ഹബ് പ്രകാരം കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ
കണ്ണിൽ വേറെന്തെങ്കിലും തുള്ളി മരുന്ന് വെച്ചിച്ചാൽ അല്ലെങ്കിൽ സുറുമ ഇട്ടാൽ നോമ്പ് മുറിയില്ല. സുറുമ ഇതൽ കറാഹത്താണ്, സുഗന്ധമായി എന്ന നിലക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കണ്ണിൽ സുറുമ ഇട്ടാൽ നോമ്പ് മുറിയില്ല, കറാഹത്ത് വരെ ചെയ്യുള്ളൂ. പക്ഷെ മാലിക്കി മദ്ഹബ് പ്രകാരം കണ്ണിൽ സുറുമയിട്ടാൽ, കണ്ണിൽ മരുന്ന് വച്ചിച്ചാൽ നോമ്പ് മുറിയും. അപ്പോഴും ശാഫിഈ മദ്ഹബുകാരൻ കഴിവിന്റെ പരമാവധി ആ കാര്യം പകല് ചെയ്യാതിരിക്കുക. കൂടാതെ കയ്യൂലെങ്കിൽ ചെയ്യാം. ഒരു കണ്ണിലെന്തോ ഒരു കരട് ചാടി, ശക്തിയായ വേദന, നേരം വൈകുന്നേരം മരുന്ന് വച്ചിക്കാതെ നിൽക്കാനും വയ്യ, അങ്ങനൊക്കെ വരും. അങ്ങനൊന്നും ഇല്ലാതൊരാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, അങ്ങനത്തെ ഒരു കുടുങ്ങിയ സാഹചര്യത്തിലൊക്കെ ഒഴിവാക്കി, ഒരു അത്യന്താപേക്ഷിതമല്ലെങ്കിൽ കണ്ണിൽ മരുന്ന് വച്ചിച്ചിൽ ഒഴിവാക്കുക. എന്നാ മാലിക്കി മദ്ഹബ് പ്രകാരം ബന്ധ നോമ്പ് സഹിയാകും. അപ്പൊ അങ്ങനെ റമളാനിലെ ഓരോ നോമ്പും സൂക്ഷ്മതയോടുകൂടെ, ഒരു ഹറാമ് കലരാത്ത, ഹറാമിലേക്ക് നോക്കാത്ത, ഹറാമിലേക്ക് ചിന്തിക്കാത്ത ഒരു റമളാനാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് അങ്ങനെ എല്ലാ നിലക്കും സൂക്ഷ്മതയുള്ള, അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല, ഓരോരുത്തർ ചോദിക്കാന് മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി അവതരിപ്പിക്കാമോ? അത് പൊന്നാര മക്കളെ കുറച്ച് പണിയുള്ള സംഗതിയാണ്. ഈ മറ്റു മദ്ഹബിലെ മസ്അലകള്, അത് ഷാഫി മദ്ഹബിലെ മസ്അല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഷാഫി മദ്ഹബ് നമ്മുടെ കേരളത്തിൽ കേൾക്കുന്നതും മുസ്താബുകളൊക്കെ നോക്കി ആ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് പറയേണ്ടതാ. നേരെ മറിച്ച് നമ്മൾ ഹജ്ജിന്റെ ചില മസ്അല അല്ലെങ്കിൽ ഒളു മൊഴിയുന്ന ചില മസ്അലക്ക് നമ്മൾ നോക്കി ലെവലാക്കാറുണ്ട്. കാരണം നമ്മൾ മക്കത്തേക്ക് ഹജ്ജിനൊക്കെ പോകുമ്പോ ചിലപ്പം തവാഫിലൊക്കെ അത് ആവശ്യമായതുകൊണ്ട്. അല്ലാതെ എല്ലാ മദ്ഹബിലെ എല്ലാ മസ്അലയും അതൊക്കെയല്ലേ നമ്മൾ അഹമ്മദ് കോയ ശാലിയാത്തിന്റെ ബഹുമാനം. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള മഹാനാണ് അഹമ്മദ് കോയ ശാലിയാത്തി. അപ്പൊ അതൊക്കെ വലിയ ഒരു മർത്തബയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരാൾ PM അയച്ചിക്കാണ് മാലിക്കി മദ്ഹബിൽ ഒളു മുറിയുന്ന അല്ല നോമ്പ് മുറിയുന്ന കാര്യം പറയാൻ പറ്റുമോന്ന്. കാരണം ഇപ്പൊ റമളാന്റെ ഇന്നലെ രാത്രി അങ്ങനെ നീയത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നീയത്ത് വെക്കാൻ പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യം പറഞ്ഞാൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് ഒലിക്കാനേക്കാലം സംഗതി അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. വപ്പതം പോലെയല്ല പഴം. നിങ്ങൾ കേട്ടിട്ടില്ലേ? 4 മദ്ഹബും വിശദീകരിക്കാനുള്ളത് അതൊരു അഗാധമായ കഴിവാണ്. അതിന് കിതാബുകൾ വേണം, അത്രേ വിഷയം. ഇപ്പൊ സാധുവായ ഞാൻ കുറച്ച് കിതാബ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ കിതാബിൽ പറഞ്ഞതാണ് മാലിക്കി മദ്ഹബിൽ മുഅ്തമദ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ മാലിക്കി മദ്ഹബിൽ ആ മസ്അല വിശദീകരിക്കണമെങ്കിൽ മാലിക്കി മദ്ഹബിലെ ഫിഖ്ഹിന്റെ എല്ലാ കിതാബും കിട്ടണം. എന്നിട്ട് അവരുടെ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഏതാണ്? അത് കുറച്ച് പണിയുണ്ട്. ഏതായാലും നോമ്പറക്കാതെ അയക്കുന്ന ഫസ്റ്റിലെ നോമ്പാണ്. കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണ്. ഫസ്റ്റിലെ നോമ്പായതുകൊണ്ട് ഉള്ളതൊന്നും ഉസാറാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും 30 ദിവസവും ഉസാറാക്കാനൊന്നും പറ്റൂല. പക്ഷെ ഫസ്റ്റിലെ നോമ്പും അവസാനത്തെ നോമ്പും നമ്മളൊന്ന് ഉസാറാക്കുമല്ലോ. പിന്നെ ഇപ്പൊ സൈൻ തിർക്കരിപ്പോല് കണ്ണൂർക്കാരെ നോമ്പറക്കലാണെങ്കിൽ എന്നും ഉസാറാ. സുബ്ഹാനല്ലാഹ്. ഞാനൊരു ഒരു ഒരു സുന്നത്ത് നോമ്പിന്റെ അന്നേത്തെ ആ കന്തൂര് പോയി. അന്നത്തെ ഉസാറിന്റെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മളെ സൈൻ തിർക്കരിപ്പൂരിന്റെ വീട്ടില് അന്നൊരു സുന്നത്ത് നോമ്പിന്റെ ഉസാറാപ്പാ കണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, അപ്പൊ റമദാൻ മാസത്തിൽ എത്ര ഉസാറുണ്ടാവുമെന്ന്. ഏതായിരുന്നാലും അത്ര ഉസാറുള്ള നോമ്പൊന്നും നോമ്പറക്കൽ വേണ്ട. കാരണം എത്രത്തോളം വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നുവോ ആ നോമ്പിനാണ് മഹത്വം. അല്ലാതെ എല്ലാവിധ വിഭവങ്ങളും ഒരുക്കി വെച്ച മേശപ്പുറത്തുള്ള നോമ്പ് തുറക്കലിനിക്കല്ല എന്ത് മഹത്വം. ഞാൻ കണ്ണൂർക്കാർക്ക് പാല വെച്ചതല്ല. നമ്മളെ റാഫി അമാനുസ്താദക്കും കണ്ണൂരാണ്. നല്ല നോമ്പ് തുറണ്ടാവും. ഓർക്കൊന്നും പാല വെച്ചതല്ല. കഴിവിന്റെ പരമാവധി നോമ്പ് തുറക്കുന്ന നേരത്തെങ്കിലും ഒരു ലഘുഭക്ഷണമാക്കി. ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടി നോമ്പ് നോറ്റതല്ല, എനിക്ക് അള്ളാന്റെ ലിഖാഹ് കാണാൻ വേണ്ടി നോമ്പ് നോറ്റതാ. കാരണം റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിലുണ്ട്, ഒരു നോമ്പുകാരന് 2 സന്തോഷ. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, നമ്മളിപ്പോ നോമ്പ് തുറക്കുമ്പോൾ എന്ന് പറയുമ്പോ നമ്മളെന്താ അർത്ഥം വെക്കുക? തിന്നാൻ അവസരമായി അല്ല. മഹാന്മാര് സൂഫിയാക്കല പറഞ്ഞ സന്തോഷത
അല്ലാഹു തആലാന്റെ ലിഖായിനെ കാണാൻ പറ്റാകുന്ന ഒരു നോമ്പ് ഞാൻ പൂർത്തീകരിച്ചല്ലോ എന്നതാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. പിന്നെ മറ്റൊരു സന്തോഷം എന്താ? റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലെത്തുമ്പോൾ. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ഇന്ന് നമ്മുടെ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ട തിന്നാൻ വേണ്ടി നോമ്പൊറ്റ മാതിരിയാ. അങ്ങനെ ആവരുത്. തിന്നാൻ വേണ്ടി നോമ്പൊറ്റ മാതിരി ആവരുത്. എന്താവണം? നോമ്പ് ഒൽക്കാൻ വേണ്ടി തിന്നണം. നമുക്ക് നോമ്പ് ഒൽക്കണം നാളെ, അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ കഴിക്കണം. അതാണ് അതിൻ്റെ അത്. നമ്മളറിയാവൂ, ഓനെ കണ്ടാ വളരെ മോശ, തീരെ തടിയില്ല, തടി വേണ്ട. തടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. തടി ഉണ്ടായതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുമോ? ഞാനും നമ്മുടെ അബ്ദുൽ കരീം സാഹിബ് തിരുവമ്പാടി ഉംറക്ക് പോയി മദീനയിൽ മക്കയില്. ഞാൻ സൗദ ഗുഹ കയറി 40 മിനിറ്റ് വെച്ച് കയറി. തീരെ തടിയില്ല. നമ്മുടെ തിരുവമ്പാടി നല്ല തടിയാണ്. 1.5 മണിക്കൂറായി മറ്റേ സൗദ ഗുഹയിലെത്താണ്. ഞാനൊക്കെ കയറി എത്രയോ കഴിഞ്ഞിട്ട് കീപ്പത്ത് നോക്കുമ്പോ തിരുവമ്പാടി ഇങ്ങനെ കാലുമ്മ താങ്ങിയിട്ട് ഇങ്ങനെ കേരി മെല്ലെ മെല്ലെ വരിക. അപ്പൊ തടി അല്ല വിഷയം. മാഷാ അല്ലാ, അഹ്സൻ ഉസ്താദ് എത്തിയിട്ടുണ്ടല്ലോ. TT അഹ്സൻ ഉസ്താദ് ക്ലാസ് റൂമിൽ എന്താണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാം. നോമ്പ് തുറക്കാൻ 4 മിനിറ്റും കൂടി ഉള്ളൂ. ലൈവ് ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ന്യൂസൊന്നും കണ്ടില്ല. ന്യൂസിന്റെ സമയം മാറ്റിയിരിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, കുറെ തടിയല്ല വിഷയം. തടി ഉണ്ടായതുകൊണ്ട് ആരോഗ്യം എന്തിന് അതിനർത്ഥമില്ല. തടി ഉണ്ടായതുകൊണ്ട് ഓനെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അർത്ഥമില്ല. ആനനെ മേക്കുന്ന പാപ്പാനെ കണ്ടിട്ടില്ല, അബൂറയ്യാന്റെ വന്നുണ്ടാവൂല. നേരെ മറിച്ചോ അതിനേക്കാൾ വന്നല്ല മനുഷ്യന്മാർക്ക് ആനനെ മേക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യം നിലനിൽക്കാനുള്ള ഭക്ഷണം കഴിക്കുക. അപ്പം തിന്നാൻ വേണ്ടിയിട്ട് നോമ്പ് വയ്ക്കാതെ നോമ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് തിന്നാ. ഇന്ന് നമ്മുടെ നോമ്പുക്കുള്ള അവസ്ഥ എന്താ? ഭക്ഷണങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഭക്ഷണം വിശപ്പ് എന്നുള്ളതില്ല. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് രാത്രി സമയത്തൊക്കെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം, അതുപോലെ തന്നെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് മസാലകൾ നമുക്ക് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും രാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് KMICക്ക് വന്നാൽ ഒരുപാട് ഉപകാരപ്രദമായ മസാലകൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഏതായാലും നോമ്പ് തുറക്കാൻ പറഞ്ഞ 3 മിനിറ്റ് ഉള്ളൂ. അള്ളാഹു നമ്മൾ എല്ലാവിധ നോമ്പും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധമായ റമളാനിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നോമ്പ് നോൽക്കാൻ, റമളാനായി തീരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് രോഗികൾ, പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ച, ഞാൻ നാളെ പറഞ്ഞില്ലേ, കൊയിലാണ്ടിന് 3 വയസ്സായ ആൺകുട്ടി, ആ ആൺകുട്ടിക്കൊക്കെയാണ് ക്യാൻസർ. 3 വയസ്സായ കുട്ടികൾക്ക് അള്ളാഹ് വിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ആരെല്ലാം രോഗികളായി കിടക്കുന്നുണ്ടോ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു. റമളാനിലേക്ക് ഞങ്ങൾ എത്തിച്ചു. ഈ റമളാനിന്റെ യദയിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. ഈ റമളാനിന്റെ യദയിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. ഈ റമളാൻ പൂർണ്ണമായും ഇഖ്ലാസോടുകൂടെ, ഇഖ്തിയാത്തോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ നോമ്പ് നോൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ആരെങ്കിലും തങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മൈക്കയിലേക്ക് വന്നാൽ ഉപകാരമായി. ഇവിടെ 2 മിനിറ്റ് കൂടിയ ബാങ്ക് കൊടുക്കാനുള്ളൂ. ഞാൻ മൈക്ക വിടുന്നു.